എന്നാൽ ദേശത്ത് മഴ പെയ്യായകയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. 1 രാജാക്കന്മാർ 17 അധ്യായം 7 വാക്യം. യഹോവയായ ദൈവത്തിന്റെ ആലോചന പ്രകാരം ആഹാബ് രാജാവിന്റെ രാജകൊട്ടാരത്തിൽ കടന്നുപോയി. ദൈവം പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഴയോ മഞ്ഞോ പെയ്യില്ല എന്ന് പ്രവചനം നടത്തിയ പ്രവാചകൻ ഏലിയാവ്. അതിനുശേഷം ഏലിയാവിനെ ദൈവം കെരീത് എന്ന തോട്ടിന്റെ അരികിൽ കരുതുകയാണ്. ദേശത്തെ എല്ലാ ഇടങ്ങളിലെയും ജലസംഭരണികൾ, ഉറവകൾ വറ്റിപ്പോകുമ്പോൾ കെരീത് തോട്ടിൽ മാത്രം ഏലിയാവിന് ആവശ്യമായ വെള്ളം ദൈവം ഒരുക്കി. ഓരോ സമയങ്ങളിലും ഭക്ഷണം അവന് നൽകി ദൈവം കരുതി. എന്നാൽ കുറെ ദിവസം കഴിയുമ്പോൾ തോട്ടിലെ വെള്ളം വറ്റിപ്പോയി. ദൈവം ഒരുക്കിയ അനുഗ്രഹത്തിന്റെ ഉറവ നിന്നുപോയി. ഇത്തരമൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ദൈവം നൽകിയ നന്മകൾ നിന്നു പോകുന്ന അനുഭവം, ദൈവം ഒരുക്കിയ അനുഗ്രഹത്തിന്റെ ഉറവകൾ അവസാനിച്ചു പോകുന്ന ജീവിത സാഹചര്യം. അത്തരം സാഹചര്യങ്ങളിൽ അതിനോട് എങ്ങനെയാണ് നാം പ്രതികരിക്കുന്നത്? ചിലരെങ്കിലും ഈ കാരണത്താൽ ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നവരാണ്, ദൈവത്തോട് പിറുപിറുക്കുന്നവരാണ്. പക്ഷെ ഏലിയാവ് ഇതൊന്നും ചെയ്തില്ല. ഏലിയാവ് ദൈവത്തിൽ ആശ്രയിച്ചു എന്നാണ് കാണുന്നത്. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കി. അതുകൊണ്ട് തന്നെ തോട്ടിലെ വെള്ളം വറ്റിയാലും ക്ഷാമകാലം മുഴുവനും അവനെ കരുതുവാൻ ആവശ്യമായ ഉറവിടങ്ങളെ ദൈവം ഒരുക്കി. പ്രിയമുള്ളവരെ, ദൈവത്തിലാണോ നമ്മുടെ ആശ്രയം? ദൈവം നൽകിയ നന്മയിലാണോ? ദൈവം നൽകിയ ഉപജീവന മാർഗങ്ങളിലാണോ? ദൈവം നൽകിയ വരുമാന മാർഗങ്ങളിലാണോ നാം ആശ്രയം വയ്ക്കുന്നത്? അതോ ഈ നന്മകളൊക്കെ നൽകിയ ദൈവത്തിലാണോ നാം ആശ്രയം വയ്ക്കുന്നത്? ദൈവം നൽകിയതിലാണ് നാം ആശ്രയം വയ്ക്കുന്നതെങ്കിൽ തിരിച്ചറിയണം, ഇന്നല്ലെങ്കിൽ നാളെ നാം ദുഃഖിക്കേണ്ടി വരും. ദൈവത്തിൽ ആശ്രയിപ്പാൻ കഴിയണം. ഏത് സാഹചര്യങ്ങളിലും നമ്മെ കരുതുവാൻ കഴിയുന്നവനാണ് കർത്താവ്. ദൈവം തന്നെ ഒരുക്കിയ നന്മകളുടെ ഉറവിടങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും നിന്നുപോയാലും പുതുവഴികളെ തുറന്ന് നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ നൽകുവാൻ കഴിയുന്ന കർത്താവ്. വാതിലുകൾ എത്ര അടഞ്ഞു പോയാലും നമുക്ക് വേണ്ടി വിശാലമായ വഴികളെ തുറക്കുവാൻ കഴിയുന്ന കർത്താവ്. ആ കർത്താവിൽ ആശ്രയിക്കാം. തോട് വറ്റിപ്പോയാലും കരുതുന്നൊരു ദൈവം നമുക്കുണ്ട്.